ദൈവത്തോടുള്ള നമ്മുടെ ആരാധന ഹൃദയത്തിൽ നിന്ന് ഉയരട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഭയപ്പെടില്ല ഇനിയൊരു നാളും, നീ എൻ്റെ ദൈവമല്ലേ. കരയില്ല ഞാൻ ഇനിമേലൊരു നാളും, നീ എൻ്റെ കൂടെയില്ലേ. കരയില്ല ഞാൻ ഇനിമേലൊരു നാളും, നീ എൻ്റെ കൂടെയില്ലേ. ഹൃദയത്തിൻ്റെ ദുഃഖം അതിനു മാത്രമേ അറിഞ്ഞുകൂടൂ. അതിൻ്റെ സന്തോഷത്തിലും അന്യർക്ക് പങ്കില്ല. സുഭാഷിതങ്ങൾ 14-ാം അധ്യായത്തിലെ 10-ാമത്തെ തിരുവചനം. ഈ വചനം മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളെക്കുറിച്ചുള്ള ദൈവിക സത്യത്തെ തുറന്നു കാട്ടുന്നു. മറ്റാരാലും പൂർണ്ണമായും മനസ്സിലാക്കാനാകാത്ത വേദനകളും ആരും പൂർണ്ണമായി പങ്കിടാനാകാത്ത സന്തോഷങ്ങളും നമുക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവം മാത്രം ഹൃദയം പൂർണ്ണമായി അറിയുന്നു. മറ്റുള്ളവർക്ക് കണ്ടെത്താനാകാത്ത ദുഃഖത്തെ പോലും ദൈവം അറിയുന്നു, മനസ്സിലാക്കുന്നു, ആശ്വസിപ്പിക്കുന്നു. മനുഷ്യനൊരു പരിധിവരെ മാത്രമേ നമ്മെ മനസ്സിലാക്കുകയുള്ളൂ പ്രിയപ്പെട്ടവരെ. പക്ഷെ ദൈവം ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്ന വഴികളെയും നിശബ്ദത നിറഞ്ഞ കണ്ണുനീരും അറിയുന്നവനാണ്. അതിനാൽ അവിടുത്തെ സാന്നിധ്യമാണ് ഏറ്റവും വലിയ സന്തോഷവും ആശ്വാസവും. സങ്കീർത്തനങ്ങൾ 118-ാം അധ്യായം 8-ാമത്തെ തിരുവചന പ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, ഹൃദയത്തിൻ്റെ ഭാരം മൂലം വളരെയേറെ പ്രയാസത്താൽ വേദനപ്പെടുന്ന ഓരോ മക്കളെയും തമ്പുരാനെ നീ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക്, നിന്റെ ഉള്ളംകരങ്ങളിലേക്ക് ചേർത്ത് വയ്ക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പൂർണ്ണമായും കണ്ണുകളടയ്ക്കാം. നമ്മുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കാം. നമുക്ക് വേണ്ടി മുറിയപ്പെട്ട തമ്പുരാൻ നാം ഏൽക്കേണ്ട നിന്ദനങ്ങളും പീഡകളും ഏറ്റുകൊണ്ട് ആ വലിയ സൗഖ്യത്തിലേക്ക് കരം പിടിച്ച നമ്മുടെ ദൈവം ഇതാ നമ്മോട് കൂടെയുണ്ട്. ആ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ കരങ്ങളൊന്ന് നമുക്ക് ചേർത്ത് വയ്ക്കാം. ഉള്ളുരുകി പ്രാർത്ഥിക്കുക. പൂർണ്ണമായി നിന്നറിയുന്ന ദൈവമാണ്. നിന്റെ സങ്കടങ്ങളെ തിരിച്ചറിയുന്ന ദൈവമാണ്. നിന്റെ വേദനകളെ അറിയുന്ന ദൈവമാണ്. നിന്റെ ആവശ്യങ്ങളെ അറിയുന്ന ദൈവമാണ്. ജീവിക്കുന്ന ദൈവമാണ് നിന്നോട് കൂടെയായിരിക്കുന്നത്. ആ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടി നമ്മുടെ കുടുംബങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട്, നമ്മുടെ കുടുംബത്തിലായിരിക്കുന്ന ഓരോ വ്യക്തികളെയും ചേർത്ത് വെച്ചുകൊണ്ട്, നമ്മളോട് പ്രാർത്ഥനാ സഹായം ചോദിച്ച മക്കളെ ചേർത്ത് വെച്ചുകൊണ്ട്, നാം പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്ന മക്കളെ ചേർത്ത് വെച്ചുകൊണ്ട്, വേദനകളെ തമ്പുരാനെ ഒരു കാണിക്കുന്ന പോലെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. സ്നേഹമില്ലാത്ത കുടുംബങ്ങൾ, മറ്റുള്ളവരുടെ മുൻപിൽ സ്നേഹമുള്ളതുപോലെ നിൽക്കുന്ന ദാമ്പത്യ ജീവിതങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, മക്കളുടെ വാക്കുകൾ മൂലം ഹൃദയം കലങ്ങിപ്പോയ, സങ്കടം ഹൃദയത്തിൽ ഭാരമായ
നിറകണ്ണുകളോടെ കൊണ്ടു നടക്കുന്ന മാതാപിതാക്കന്മാർ ഏറെയുണ്ട്. ഇന്ന് ഈ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് മക്കളുടെ സങ്കടങ്ങളെ കാഴ്ചവെക്കുകയാണ്. ജെറമിയയുടെ പുസ്തകം 30-ാം അധ്യായത്തിൽ 17-ാം തിരുവചനം ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ ഞാൻ സുഖപ്പെടുത്തുമെന്ന്. ഇത് കർത്താവിൻ്റെ അരുളപ്പാടാണ്. മക്കളിൽ നിന്ന് വരുന്ന കടുത്ത വാക്കുകൾ, നിരസനം അല്ലെങ്കിൽ നന്ദിയില്ലായ്മ, ഇതെല്ലാം മാതാപിതാക്കളുടെ ഹൃദയത്തെ ആഴത്തിൽ മുറിപ്പെടുത്തും. എന്നാൽ ദൈവം അവിടുത്തെ ജനങ്ങളെപ്പോലെ തന്നെയാണ് നിങ്ങളെയും കാണുന്നത്. മാതാപിതാക്കന്മാരോട് അവിടുന്ന് പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയ മുറിവുകൾ ദൈവം കാണുന്നുണ്ട് എന്ന്. യേശുവിൻ്റെ ഹൃദയം പോലും സ്വന്തം ജനങ്ങൾ അവന് നിരസിച്ചപ്പോൾ വേദനിച്ചു പ്രിയപ്പെട്ടവരെ. പക്ഷേ അവൻ സ്നേഹത്തിൽ നിന്ന് പിന്മാറിയില്ല. അതുപോലെ മാതാപിതാക്കന്മാരെ, നിങ്ങളുടെ സ്നേഹം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ്. നിങ്ങൾ സ്നേഹിക്കുന്നത് വളരെയേറെ കൃത്യതയോടും ദൈവകൃപയോടെയും ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, മക്കളുടെ വാക്കുകൾ മൂലം വേദനിച്ച മാതാപിതാക്കന്മാരുടെ ഹൃദയം നീ അറിയുന്നവനാണ്. അവരുടെ മുറിവുകൾ നീ സൗഖ്യമാക്കണമേ. നിന്നിൽ നിന്നും വരുന്ന സമാധാനവും ക്ഷമയും അവർക്ക് നൽകണമേ. മക്കളുടെയും മാതാപിതാക്കന്മാരുടെ ഇടയിൽ സ്നേഹത്തിൻ്റെ ബന്ധം പുനഃസ്ഥാപിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ഈശോ, അങ്ങയുടെ വലിയ സമാധാനം ഈ മക്കളുടെ ഭവനങ്ങളിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തമ്പുരാനെ, ഈ നിയോഗങ്ങളോടെ കടന്നു പോകുന്ന കുടുംബങ്ങളെ ഈശോയുടെ കരങ്ങളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട്, ഈശോ ഞങ്ങളായിരിക്കുന്ന എല്ലാ മക്കളെയും കുടുംബങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് ഈ ആരാധന നിമിഷം പൂർണ്ണമായി ഞങ്ങളെ തന്നെ വിട്ടു തന്നുകൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളിൽ തമ്പുരാൻ്റെ വലിയ സമാധാനം സന്തോഷവും നിറഞ്ഞ് കവിയാവാൻ വേണ്ടി ഞങ്ങളുടെ കുടുംബങ്ങളിൽ പ്രാർത്ഥന ഉയരുവാൻ, തമ്പുരാനെ ഇന്നും ജീവിക്കുന്ന തമ്പുരാൻ്റെ തിരുമുറിവുകളിലേക്ക് നോക്കുവാൻ, ഞങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കുവാൻ, വലിയ സ്നേഹം തിരിച്ചറിയുവാൻ പൂർണ്ണമായി ഞങ്ങളെ തന്നെ വിട്ടു തന്നുകൊണ്ട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. ആത്മാവേ നിറയട്ടെ, 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 നിറയട്ടെ. ഈശോ നിറയണമേ, നിറയണമേ, നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയട്ടെ, നിറയട്ടെ. എല്ലാ കുടുംബങ്ങളും നിയോഗങ്ങളെയും തമ്പുരാൻ ഏറ്റെടുത്തുകൊണ്ട് അതിനെ ആശീർവദിക്കണമപ്പ. ആരാധന, 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 ആരാധന. ആത്മാവേ നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. ആരാധന, ആരാധന. ഈശോ നിറയട്ടെ, 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 നിറയട്ടെ. ഭയപ്പെടില്ല ഇനിയൊരു നാളും, നീ എൻ്റെ ദൈവമല്ലേ. കരയില്ല ഞാൻ ഇനിമേലൊരു നാളും, നീ എൻ്റെ കൂടെയില്ലേ. ഭയപ്പെടില്ല ഇനിയൊരു നാളും, നീ എൻ്റെ ദൈവമല്ലേ. കരയില്ല ഞാൻ ഇനിമേലൊരു നാളും, നീ എൻ്റെ കൂടെയില്ലേ. പ്രിയപ്പെട്ട ദൈവജനമേ, നിന്റെ ഹൃദയത്തിൻ്റെ ഭാരം തമ്പുരാൻ്റെ പാദാന്തരങ്ങളിലേക്കൊന്ന് കാഴ്ചവെക്കേ. ഉറങ്ങുവാൻ കഴിയാതെ ഹൃദയഭാരത്താൽ ഓരോ ദിവസം പുലരുമ്പോഴും തമ്പുരാനെ കണ്ണുനീരോടെ, ഈശോയെ ഇന്നും ജീവിച്ചിരിപ്പുണ്ടോ എന്ന മട്ടിൽ തമ്പുരാനെ ഉണർന്ന് വരുന്ന മക്കളുണ്ട്. തമ്പുരാനെ, വളരെയേറെ ഹൃദയഭാരത്താൽ കഴിയുന്ന മക്കൾ, ആരുടെയും മുഖത്തേക്ക് നോക്കുവാൻ പറ്റാത്ത വിധം, ആരും അവരെ മനസ്സിലാക്കുവാൻ കഴിയാത്ത വിധം ഹൃദയഭാരത്താൽ തമ്പുരാനെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന, ആർക്കും വേണ്ടാത്തതുപോലെ ജീവിച്ചിരിക്കുന്ന, ഈശോ ഭവനത്തിൻ്റെ ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന, ആർക്കും വേണ്ടാത്തവരെ പോലെ കഴിയുന്ന മക്കളോട് ഈശോ അവിടുന്ന് പറയുന്നുണ്ട്,